മണിപ്പൂരിൽ നമ്മുടെ കരുത്തിയായ സാരഥി വിനിത വിജി അവിടെ മണിപ്പൂരിനെ അടക്കി വാഴുകയാണ്. അടക്കി വാഴുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ വളരെ രഹസ്യ സങ്കേതങ്ങൾ, മേത്തൈ, തലവൻ, കുക്കി വിഭാഗത്തിന്റെ ബങ്കർ ഒക്കെ പോയിട്ട് അടിച്ചു പൊളിക്കാണ്. ചാനൽ ചരിത്രത്തിൽ ആദ്യമായി മണിപ്പൂർ മുഖ്യമന്ത്രി ബീരേൻ സിംഗിന്റെ അഭിപ്രായം തേടുന്നു. പക്ഷെ അവിടെ സംഘർഷം തുടരുന്ന മണിപ്പൂരിൽ ഇന്റർനെറ്റ് നിരോധനം 2 ദിവസം കൂടി നീട്ടി എന്നുള്ളതാണ് വാർത്ത. ജിരിബാം, ഫർസാൽ ജില്ലകളിലും ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തി. MLA-മാരുടെ വീടുകൾക്ക് നേരെ ആക്രമണം നടത്തിയ 2 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. ഇംഫാലിൽ നിന്ന് ചേരുന്നു കരുത്ത. വിനീത വിജയ്. വിനീത, വെരി 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 ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. അവിടുത്തെ അവസ്ഥ വളരെ മോശമാണ്. എന്തായാലും ഇന്റർനെറ്റ് നിരോധനം 2 ദിവസം കൂടെ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീൻ ആൻഡ് ഹാഷ്മി. ക്രിസ്റ്റീനെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 ദിവസത്തേക്ക് കൂടി ഇന്റർനെറ്റ് നിരോധനം നീട്ടിയിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഇംഫാലിലടക്കം 2 ദിവസത്തേക്ക് കൂടിയാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇന്ന് വരെയായിരുന്നു നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ക്രമസമാധാന പ്രശ്നം ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്കടക്കം എത്തിയതെന്നാണ് സർക്കാർ പറയുന്നത്. ഒപ്പം തന്നെ മറ്റ് 2 ജില്ലകളിൽ കൂടി ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഈ അടുത്തിടെ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടായ ജിരിബാം ജില്ലയിലടക്കമാണ് ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ MLA-മാരുടെ വീടുകൾക്ക് നേരെ ആക്രമണങ്ങളും മറ്റും നടത്തിയ ആളുകളുണ്ട്. ഈ നവംബർ 16-നൊക്കെയാണ് MLA-മാരുടെയും മുഖ്യമന്ത്രിയുടെയും വീടുകൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തിയിരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് 2 പേരെ കൂടി മണിപ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ 7 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഓരോ മണിക്കൂറും ഏറ്റവും ആശങ്കാജനകമായിട്ടുള്ള സന്ദർഭങ്ങളിലൂടെയാണ് മണിപ്പൂർ മുന്നോട്ട് പോകുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്കൊന്നും വലിയ രീതിയിലേക്കുള്ള ആക്രമണങ്ങളൊന്നും തന്നെ മണിപ്പൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ അതേസമയം കൂടുതൽ കേന്ദ്രസേനയെ അടക്കം ഇറക്കിക്കൊണ്ട് സമാധാനം വീണ്ടും തിരിച്ചെത്തിക്കുന്നതിനുള്ള പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി സർക്കാർ ഒരു വശത്തുകൂടി മുന്നോട്ട് പോകുന്നുണ്ട്. മറുവശത്ത് കുക്കി വിഭാഗവും ഒപ്പം തന്നെ മെയ്തൈ വിഭാഗവും ഏതാണ്ടൊരു ശത്രുക്കളെ പോലെ സൈന്യമായി തിരിഞ്ഞുകൊണ്ട് അവർ പരസ്പരം ആക്രമണങ്ങളും ഏറ്റുമുട്ടലുകളും നടത്തുന്നുണ്ട്. ക്യാമ്പുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ക്യാമ്പുകളിൽ നിന്നൊക്കെ കാണാൻ കഴിയുന്നത്. സ്ത്രീകൾക്ക് മാത്രമായ ഒരു ക്യാമ്പ്, ഒപ്പം തന്നെ ഈ ഫാമിലിയായി കുഞ്ഞുങ്ങൾക്കൊക്കെയായി അങ്ങനെ പ്രത്യേകം ആളുകൾ അവർ ഏറ്റവും വേദനിക്കുന്ന സന്ദർഭങ്ങളിലൂടെയാണ് ഓരോ നിമിഷവും മണിപ്പൂരിലെ ജനത ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്നത്. ഒപ്പം തന്നെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം അതിങ്ങനെ കൂടുതൽ ശക്തമാവുകയാണ്. ഇന്നലെയൊക്കെ തന്നെ പല മേഖലകളിലും സുരക്ഷാ ഉപദേഷ്ടാവിന്റെ നേതൃത്വത്തിലൊക്കെ തന്നെ കുൽദീപ് സിംഗ് അദ്ദേഹം നേരിട്ടിറങ്ങി പല മേഖലകളിലും സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. കൂടുതൽ കേന്ദ്രസേന അടക്കം മണിപ്പൂരിലേക്ക് എത്തുകയാണ്. ക്രിസ്റ്റീന ഹാഷ്മി.